അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളൊക്കെ തുറക്കാറായില്ലേ. അപ്പൊ എല്ലാരും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അതേപോലെ മതി. അപ്പൊ എല്ലാവരും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ, അതേപോലെ ഞങ്ങൾ വാങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഞങ്ങൾ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങി. നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ 2 പേർക്ക് ഇത്രയും 3 ബാഗൊക്കെ, എല്ലാം ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഡിച്ചുവിന് 2 ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പം എന്തായാലും ഒരു സെറ്റ് കുറച്ചൊക്കെ ഞങ്ങൾ അമ്മമ്മയാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാറ് സ്കൂള് ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിയത്. പിന്നെ വേറെ കുറച്ച് അച്ഛൻ്റെ പ്രസ് ക്ലബിൽ നിന്ന് കിട്ടിയതുമാണ്. അപ്പം ഞാൻ എല്ലാം കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ അച്ഛൻ്റെ പ്രസ് ക്ലബിൽ നിന്ന് കിട്ടിയ എൻ്റെ ബാഗ് കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ട് എനിക്ക് പറഞ്ഞ കാര്യം, അതായത് ഞാൻ ബാഗ് വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ, അമ്മമ്മനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു വേണ്ടാന്ന്. ഞാൻ എല്ലാ കൊല്ലം വാങ്ങാറുണ്ട്. അപ്പം ഞാൻ ഇത്തവണ വിചാരിച്ചു വേണ്ട. ഡിച്ചൂട്ടൻ പിന്നെ LKG ഫസ്റ്റ് ടൈം സിനിമയിൽ പോവുകയാണല്ലോ, അതുകൊണ്ടാണ് ഡിച്ചൂട്ടനെ വാങ്ങിയത്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ബാഗ്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കൊണ്ടുപോകില്ല, കാര്യം പറഞ്ഞല്ല. ഈ ഒരു പരസ്യം വന്നുണ്ട്, പരസ്യമില്ല ഞാൻ കൊണ്ടുപോയാനെ. ഞാൻ അച്ഛൻ്റെ ഇത് പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു, പക്ഷേ ഇതിനകത്ത് പരസ്യം വന്നു. എന്തായാലും ഞാൻ വല്ല എസ്തെറ്റിക്കോ കവായോ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ വാട്ടർ ബോട്ടിലാട്ടോ. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് നമുക്ക് മെയിനായിട്ട് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ബുക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു വെച്ചു. അപ്പോൾ ഇതാണ് ഡിച്ചൂസിൻ്റെ വാട്ടർ ബോട്ടിൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ട്വിസ്റ്റ് പറയാം. ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഡിച്ചൂട്ടിന് നല്ല അടിപൊളി ബാഗ് അമ്മമ്മ വാങ്ങി. ഞങ്ങൾ ഇത് കിട്ടുന്നതിന് മുന്നേ ആയിരുന്നു വാങ്ങിയത്. ആൻഡ് ട്വിസ്റ്റേഴ്സ് നല്ല അടിപൊളി സെയിം ബ്രാൻഡിൻ്റെ നല്ല കമ്പനി ബാഗ് ഡിച്ചൂട്ടിന് അച്ഛൻ്റെ പ്രസ് ക്ലബിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ബട്ട് ഈ വാങ്ങാത്ത ആൾക്ക് നല്ല അടിപൊളി ബാഗ് കിട്ടിയില്ല. പക്ഷെ വാങ്ങിയ ആൾക്ക് തന്നെ വീണ്ടും ലക്കി ആവുക എന്ന് പറയുന്ന എനിക്ക് ദേഷ്യം പിടിച്ചത്. അപ്പോൾ സെയിം ബ്രാൻഡിൻ്റെ സെയിം കേറ്ററിൻ്റെ ബാഗാണ് ഡിച്ചുവിന് കിട്ടിയത്. ഇതാട്ടോ അച്ഛൻ്റെ ഓഫീസിൽ കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ വാങ്ങിപ്പോലെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തന്നെ റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. സോ അടുത്ത പോലെ എന്തായാലും ഇത് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടമായി, ഡിച്ചൂസിനും ഇഷ്ടമായി. സെയിം പോലെ തന്നെ 2 വാറൻറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരാളോട് വിളിച്ച് വെക്കുന്നുണ്ട്, വല്ലതും പറ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇതാണ് അമ്മമ്മ പറഞ്ഞ ഇത്തവണ ഉണ്ടല്ലോ, എന്തോ ഭാഗ്യത്തിന് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡിച്ചൂട്ടൻ ഫുള്ള് സ്പൈഡർമാൻ ആക്കില്ല. ഞങ്ങൾ പറഞ്ഞു ഡിച്ചൂട്ട എല്ലാവരും സ്പൈഡർമാൻ എടുക്കും, അതുകൊണ്ട് നീ സ്പൈഡർമാൻ വേണ്ട, ഒരെണ്ണം അങ്ങനെ സ്പൈഡർമാൻ വാങ്ങിക്കുന്ന പറഞ്ഞു. അവസാനം ഭാഗ്യത്തിന് ഡിച്ചൂട്ട സ്പൈഡർമാൻ വാങ്ങിയില്ല. ആൻഡ് ഇത് ഒരു കാറിൻ്റെ തീമാണ്. ഡിച്ചൂട്ടൻ എടുത്തുകൊണ്ട് വരുന്ന എല്ലാം സ്പൈഡർമാൻ്റെ ആട്ടോ. അപ്പം അതൊരു ഫുള്ള് ഞങ്ങൾ എല്ലാം മാറ്റി, ഒന്നും പോലും സെയിം റിപ്പീറ്റ് ചെയ്തിട്ടില്ല. സോ ദ കാറ് ഒരു ട്രാഫിക് സിഗ്നൽ ആ ഒരു തീമിലാണ് ഇത് വരുന്നത്. ആൻഡ് ഇതിനകത്ത് തന്നെ ഡിച്ചൂസിൻ്റെ ബോക്സും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു. ബോക്സ് ഒരു ബൈക്ക് തീമിലാണ്. ഇത് ഞാൻ ക്രയോൺസൊക്കെ, ഇത് അച്ഛൻ്റെ പ്രസ് ക്ലബിൻ്റെ ഇതിൻ്റെ ആ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ബൈക്കിൻ്റെ തീമിലുള്ള സെയിം കളർ വരുന്ന ഒരു ബോക്സ് ആണ്. ഡിച്ചൂനെ ഭയങ്കര ഇഷ്ടപ്പെടുത്ത് വാങ്ങിയതാണ്. ഞാൻ തരാം, ഞാൻ കാണിച്ചു കൊടുത്തോട്ടെ. ഇതാ ചില സമയത്ത് ഭയങ്കര ബിരിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പെൻസിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. കാണിച്ചു തരാം. കണ്ട, ഇത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വരുമ്പോൾ ഡിച്ചൂന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതായിരുന്നില്ല ഡിച്ചൂന് എടുത്തത്, വേറെ എന്തോ ആയിരുന്നു, എന്തോ ചീർപ്പ് പോലെ അങ്ങനെ എന്തോ ആയിരുന്നു ഡിച്ചൂന് എടുത്തത്. പടമൊക്കെയുള്ള അങ്ങനത്തെ ടൈപ്പായിരുന്നു ഡിച്ചൂന് എടുത്തത്. പക്ഷേ അത് എന്തോ അതിൻ്റെ മൂടി വേഗം ഭയങ്കര ലൂസ് ആയതുകൊണ്ട് ഞാൻ മാറ്റി എടുത്തരാമെന്ന് പറഞ്ഞ് പോയി എടുത്തു. എന്നിട്ട് ഞാൻ എടുത്ത പൈസ ഓൾറെഡി കൊടുത്തു വിട്ടു. അപ്പോൾ എല്ലാത്തിനും 20 രൂപയായിരുന്നു. അപ്പോൾ ഞങ്ങളത് എടുത്തിട്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡിച്ചൂട്ടിന് അത് ഇഷ്ടമായി, മുടി ടൈറ്റ് ചെയ്ത് പറഞ്ഞ് എടുത്തു. പക്ഷെ പിന്നെ ഇതെടുത്താലോ വിചാരിച്ചു, മിററൊക്കെ ഉള്ളതല്ലേ. പക്ഷേ ഡിച്ചൂട്ടും വഴക്കൊരു വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ചോദിച്ചു മിറർ എടുക്കട്ടെ. ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ മിററൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാം ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ പോലെ ഹലോ ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഡിച്ചൂട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാണ്. പിന്നെ ഗ്രീൻ പെൻസിലും ഗ്രീൻ ഇറേസറും അങ്ങനെ ഒക്കെ. അപ്പോൾ ഒത്തിരി എൻ്റെ കയ്യിൽ ഇറേസേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ സത്യമാണ് പറയുന്നത്. എനിക്ക് സ്കൂളിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഇറേസറും പെൻസിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു 4th സ്റ്റാൻഡേർഡിൽ. സോ ഞാൻ അപ്പോൾ കുറേ റബ്ബറൊക്കെ ഇറേസേഴ്സൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇതാണ് നാഗപ്പാടെ സ്പൈഡർമാൻ ആക്കിയത്. പിന്നെ ഇതെന്തോ ഒരു സാധനമായിരുന്നു.
ഞാൻ പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞതെന്ന്, അതാണ് പറഞ്ഞത്. ഇവൾക്ക് അറിയാം വെറുതെ ഇവള് പറയുന്നത്. അപ്പൊ ഡിച്ചൂട്ടൻ ഷിൻജാനാട്ടോ പറഞ്ഞത്. ഷിൻജാനാണ് ഞങ്ങൾ എടുത്തു കൊടുത്തത്. വേറെ ഇവൻ ഷിൻജാനായിരുന്നു കൂടുതലും കാണുന്നത്. ഷിൻജാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്പൊ വലിയ ഇഷ്ടമാവാനായിട്ട് മൊട്ടുപ്പത്തിൽ പോയി. ഞാൻ ഇതിന് ആൾക്കാരെയൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും ഡിച്ചൂന് ഷിൻജാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വാങ്ങിയതാട്ടോ ഇത്. മമ്മി എടുത്ത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സ്പൈഡർമാനിന് രക്ഷപ്പെട്ടത്. പിന്നെ ഒരു സ്പൈഡർമാൻ പിന്നെ ഡിച്ചൂന് വാങ്ങിയതിൽ വെച്ച് എല്ലാ സാധനത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാട്ടോ. എനിക്ക് എന്തോന്നറിയില്ല, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പരിചയപ്പെടുത്തി തരാന്നാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ കാണിച്ചു കൊടുത്തോ. ഞാൻ അവൻ കാണിച്ചു തരാന്നാ, ഇന്നൊന്നും തീരില്ല. അപ്പൊ തച്ചിച്ച് ഓപ്പൺ ചെയ്ത് തരാം. ഓപ്പൺ ചെയ്തോ. ഞാൻ ഉണ്ടല്ലോ എല്ലാത്തിൻ്റെയും താഴെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത്ര തച്ചുമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് വരും. സ്റ്റീലിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നല്ല അടിപൊളി പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് വരുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല, സ്റ്റീലേ വേണ്ടെന്ന് പറഞ്ഞിട്ട്. സോ കഴിഞ്ഞ ആവത്തെയും സ്നാക്സ് ബോക്സ് പ്ലാസ്റ്റിക് ആയിരുന്നു. അതാണ് ഡിച്ചൂട്ടിന് സ്നാക്സ് വേണ്ട, ലഞ്ച് മാത്രമേ വേണ്ടൂ. അതുകൊണ്ടാണ് ഒറ്റ ബോക്സ് മാത്രം കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. തരും ഡിച്ചുവിന് ഫോർക്ക് സെയിം ഒരെണ്ണം വീട്ടിലുണ്ട്. അത് കണ്ടിട്ട് ഡിച്ചുവിനെ വീട്ടിൽ പോയിട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇനി ലഞ്ച് ബാഗ് കണ്ടു. എല്ലാവരുടെയും വീട്ടിലുണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പൊ ഡിച്ചൂട്ടിന്റെ കഴുത്തിലിരിക്കുന്ന സാധനം ഇനി ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് പൊച്ചാക്കോയാണ്. എനിക്ക് ഇതിന്റെ കുറുമി വേണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് സിപ്പ് ചെയ്ത് കുടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നത്. പിന്നെ ഡിച്ചൂട്ടിന്റെ ലീവുള്ള ദിവസമൊക്കെ ഇത് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള പെർമിഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ആൻഡ് ഒരു കാര്യം പറയട്ടെ, കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നേ ഇവിടെ. ഇതൊക്കെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. പിന്നെ ഓവറാക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ അധികം സ്റ്റിക്കർ ഒട്ടിക്കാണ്ട് 4 അങ്ങനെ ഒട്ടിച്ചിട്ടുള്ളൂ. അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഞാൻ ഏതാ ഇങ്ങനെ കറക്കി കളിക്കാൻ പറ്റും. ആൻഡ് ഇച്ചു ഇതെങ്ങനെയാ ഓപ്പൺ ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഞങ്ങൾ ഓരോരോ അടികൾ കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് പണ്ട് ഇത് ഒട്ടിക്കുന്നതിനെക്കാട്ടിലും മുന്നേ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇതിൻ്റെ മേലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് അറിയാണ്ട് നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ തുറന്നു വരും. അപ്പം ഇനി എൻ്റെ സാധനങ്ങളോട്ട് കിടക്കാം. അതിനു മുന്നേ അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഇത് വാട്ടർ ബോട്ടിലാണ്. അതിൻ്റെ സാധനങ്ങൾ കാണിച്ചു തരാം. അതിനു മുന്നേ അച്ഛൻ്റെ പ്രസ് ക്ലബിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഗ്ലൗസ് സാധനം ഇത് ഡിച്ചൂട്ടന് വേണ്ടിയിട്ട് കിട്ടിയൊരു കൊടയാണ്. പക്ഷേ ഡിച്ചൂട്ടിന് ഇത് യൂസ് ചെയ്യുമോന്ന് അറിയില്ല. ഇത്രയും ദിവസം ഇത് ഗേൾസിൻ്റെ അത് കോഴിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് രാവിലെ. അതെന്തായാലും ഇത് ഗേൾസിൻ്റെ ദിവസം ഞാൻ യൂസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് രാവിലെ ഇത് തുറക്കാനും അടക്കാനും നല്ല സിമ്പിളാണ്. മാത്രമല്ല ഈ വിസിലൊക്കെ കണ്ടിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പം എന്തായാലും കാണിച്ചു. ശരി, ഇതാ നിന്റെ സാധനം അത്. എന്തായാലും ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളിതെല്ലാം എടുത്തു വെക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാനും മമ്മിയും കൂടി എല്ലാം എടുത്തു വെക്കാം. അപ്പോൾ എല്ലാം എടുത്തു വെക്കുമ്പോൾ ഈ കൊട എടുത്തു വെച്ചു. അത് കണ്ടപ്പോൾ ഇവനെന്ത് ചെയ്യുന്നു വെച്ചാൽ അത് എടുത്തിട്ട് വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നു. 110 കാർട്ടൂണിലൊരു സീനുണ്ട്. ഇച്ചോ ഇങ്ങനെയാണ് അടി പൊട്ടുന്നത്. അങ്ങനെ മേലോട്ട് തോക്ക് ഇതാക്കുമ്പോൾ കുറേ ഇത് വരും, തേങ്ങ വരുമ്പോൾ കുട പിടിക്കും. അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഇനി വേറെ സാധനം കാണിച്ചുതരാം. ഇത് എനിക്ക് വേണ്ടി വാങ്ങിയ കുടയാട്ടെ. ഇത് ഞങ്ങൾ വാങ്ങിയ കുടയാണ്, കിട്ടിയതല്ല. ഇത് അടിച്ചൂട്ടൻ്റെ കൊച്ചാക്കോന്ന് കിട്ടിയാണ്. കുറച്ച് ഓവറായിട്ട് ഇതിന് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ. അപ്പം എന്തായാലും ഇതാണ് ഞാനൊരു എന്നെ മാറിപ്പോകാതിരിക്കാൻ മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ട് ഒരു സിനിമറോളുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാക്കോൻ്റെ കൂടെ കിട്ടിയാണ്. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു ലോഗോസ് ട്രാൻസ്പെറൻറ്റ് കൊടക്ക് ഞാൻ കുറേ ആഗ്രഹിച്ചതാണ്. അപ്പോഴാണ് ഈ സംഭവം കണ്ടത്. സോ ഞാൻ എടുത്തു. കൊട വാങ്ങണമെന്നൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തില്ല. പിന്നെ അവിടെ പോയപ്പോൾ കണ്ടു, ഇഷ്ടമായി, എടുത്തു. അത്രയേ ഉള്ളൂ.
ഇതാണ് എൻ്റെ ലഞ്ച് ബാഗ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടിയ ലഞ്ച് ബാഗാണ്. കണ്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. സത്യമായിട്ടും എൻ്റെ ഫേവറേറ്റ് കളർ കുറച്ചും കൂടി ലൈറ്റാണ്. പക്ഷെ എനിക്ക് പർപ്പിളും ഇങ്ങനത്തെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ എന്തായാലും ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് അല്ല, സ്നാക്സ് ബോക്സ് ആയിട്ട് വാങ്ങിയതല്ലേ. സ്നാക്സ് ബോക്സ് ആയിട്ട് വാങ്ങിയതാണ്. കാരണം അത് പ്ലാസ്റ്റിക് ആയിരുന്നു. സോ ഞങ്ങൾ സ്നാക്സ് ബോക്സ് ആയിട്ട് വാങ്ങിയതാണ്. ആൻഡ് ലഞ്ച് ബോക്സ് ഓൾറെഡി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കാണിച്ചു തരാം. എല്ലാത്തിനും ഉണ്ടാകുന്ന പോലെ തന്നെ കമ്പാർട്ട്മെന്റ്സ്. പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് മാത്രം പ്ലാസ്റ്റിക് ആണ്. ബട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ സെയിം സ്പൂണിൻ്റെ കളർ ചേഞ്ച് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഇടിച്ചോണ്ട് പറയായിരുന്നു ഞങ്ങൾക്ക്. അതെ, ഞങ്ങൾക്ക് രണ്ടാക്കും സെയിം ആണ്. കൂട്ടാൻ നിന്നൊന്നും കൂട്ടാൻ പറ്റില്ല. ഇനി എന്തായാലും ഇതാണ് കേട്ടോ എൻ്റെ ബട്ടർ പിക്കണ്ട. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേലെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് സിപ്പ് ചെയ്ത് കുടിക്കാൻ നമുക്ക് പറ്റും. വേണമെങ്കിൽ കുടിച്ചാൽ മതി. ഇത് കുറച്ച് പണിയാണ്. ഇവിടെ ഇങ്ങനെ ആക്കുക. അങ്ങനെയല്ല, പണിയില്ല, പക്ഷെ അത് മനസ്സിലാക്കാൻ പണിയാണ്. ഇങ്ങനെ കുടിച്ചാൽ മതി. പിന്നെ ഇവിടെ അല്ലാത്ത ടൈമിലാണെങ്കിൽ, അല്ലാണ്ട് നോർമലി കുടിക്കുകയാണെങ്കിൽ നോർമലിയും കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മൂടിയൊന്നും നഷ്ടപ്പെട്ട് പോകുന്നതല്ല. ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതിനെ. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് ബാഗ്. ആൻഡ് ഇതാണ് എൻ്റെ ഉള്ളിലൊരു സംഭവം കൂടി. അവൻ്റെ ഇല്ല പോയാതുണ്ടാകും. എപ്പോഴും ഉണ്ടല്ലോ ഞാൻ ലഞ്ച് ബാഗിലാണ്. എല്ലാം മിഠായി കിട്ടിയാലും വാനിന് കിട്ടിയാലും ഒക്കെ ഞാൻ അപ്പോഴും ലഞ്ച് ബാഗിലാണ്. ഇനി ആ കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങളൊക്കെ വാങ്ങിയോ? എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ.